ഞാനങ്ങനെ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്കിവിടെ വരാനായിട്ട് മുന്നറിയിപ്പിന്റെ വല്ല ആവശ്യമുണ്ടോ? നീ അമ്പിളിയോടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി. ഞങ്ങളെ കാണാനാണെങ്കിൽ ഓക്കെ, പക്ഷേ അമ്മാവനോട് ഇല്ല. അതൊക്കെ എനിക്കറിയാം. അണ്ണൻ എന്നെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു. നിങ്ങളിവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം അണ്ണൻ എന്നോട് പറഞ്ഞു. അണ്ണൻ ഇതൊക്കെ വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അങ്കിൾ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ദൈവം ഞങ്ങൾക്ക് അതിനുള്ള ശിക്ഷയും തന്നു. അച്ഛനാ ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചത്. അങ്കിള്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല. ഇന്നു മുതൽ ഞങ്ങള് പുതിയ മനുഷ്യരായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ നിങ്ങളുടെ കാര്യത്തില് അണ്ണൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ അത് പറയാനാ ഞാൻ വന്നത്. അല്ല, എന്നെ ഇവിടെ തന്നെ നിർത്താനാണോ നിങ്ങളുടെ പരിപാടി? എനിക്കേ ലച്ചു മോളെ ഒന്ന് കാണാം. അയ്യോ, ഞങ്ങൾ അങ്കിളിനെ പെട്ടെന്ന് കണ്ടപ്പോഴേ അങ്കിള്. ആ ലച്ചു മോളെ, മോളെ ഇവിടെ നിന്ന് കളിക്കണോ? മോളെ കാണാൻ അപ്പം വന്നത്. മോളല്ലേ പഞ്ചരത്നത്തിലെ സ്റ്റാർ. ഈ അച്ഛനെ അമ്മയും നല്ലൊരു പാഠം പഠിപ്പിച്ചില്ലേ? അതിന് അപ്പൂപ്പന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനം. അങ്കിൾ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? തലക്കാലം ഒപ്പൊന്നും വേണ്ട മോളെ, ഇരിക്കേ. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങള് രണ്ടുപേരും ഇനി മുതൽ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ അണ്ണൻ കഴിഞ്ഞൊക്കെ മറക്കുകയും നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. പക്ഷെ നിങ്ങളിനി പഞ്ചരത്നത്തിൽ തുടരണ്ടെന്നാണ് അണ്ണന്റെ തീരുമാനം. എന്നുവെച്ചാ ഞങ്ങൾ ഇവിടുന്ന് മാറണമെന്നാണോ? അല്ല, ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് എങ്ങോട്ട് പോവാങ്കളെ? പുതിയ ഏതെങ്കിലും ഒരിടം കണ്ടെത്തണം. അതിനുള്ള പ്രാപ്തിയൊക്കെ നിങ്ങൾക്കില്ലേ? ഇല്ല രഘു? അതല്ല ഞങ്ങളുടെ തീരുമാനം. ഈ പഞ്ചരത്വത്തിൽ തന്നെ നിന്ന് അമ്മാവനെ പരിചരിച്ച് അമ്മാവന്റെ മുമ്പില് എല്ലാ തെറ്റുകളും തിരുത്തി ജീവിക്കണമെന്നാ ഞങ്ങളുടെ തീരുമാനം. അതെ അങ്കിളെ, മോളെ നാളെ തന്നെ ഇവിടെ ഒരു നഴ്സറിയിൽ ചേർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ഞങ്ങക്ക് ഇവിടെ വിട്ടുപോകാൻ പറ്റില്ല. അത് അങ്കിളൊന്ന് അച്ഛനോടത് പറയണം. തൽക്കാലം അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല അമ്പിളി. അണ്ണനൊരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചതാണെന്ന് അറിയാലോ. നിങ്ങൾക്ക് അണ്ണൻ ഈ വീടിന്റെ ഷെയർ തരും. അത് വാങ്ങി മറ്റൊരു സെറ്റപ്പിലേക്ക് നിങ്ങൾ മാറിയേ പറ്റൂ. അല്ല, അപ്പൊ അമ്മാവൻ പഞ്ചരത്നം ഭാഗം വയ്ക്കാൻ പോവാണോ? അതെ. മൂത്ത 4 മക്കൾക്ക് തുല്യമായ ഷെയർ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീട് മഞ്ചാടിയുടെ പേരിൽ എഴുതി വെക്കാനാണ് അണ്ണന്റെ തീരുമാനം. മഞ്ചാടിയുടെ വിവാഹത്തിന് വേണ്ടി മാറ്റിച്ചേരുന്ന പണം തൽക്കാലം ഷെയർ തരാൻ വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് അണ്ണനും മഞ്ചാടിയും ഇവിടെ താമസിക്കും. പിന്നെ അച്ഛനുള്ള കാലം വരെ മക്കൾക്ക് എല്ലാവർക്കും സ്വന്തം വീട് പോലെ കരുതി ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോ അച്ഛൻ ഇത്രയൊക്കെ ആലോചിച്ച് വെച്ചിരിക്കായിരുന്നല്ലേ? അത് ശരി രഘുവേട്ടാ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാം. നമുക്ക് മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാം.
എങ്ങോട്ട് എങ്ങോട്ട് പോവും? അല്ല അങ്ങളെ, അത് അമ്മാവൻ ആലോചിച്ചില്ലല്ലോ. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അങ്ങളെ. അതിന് ഞങ്ങൾക്ക് ഷെയർ ഒന്നും വേണ്ട. ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം. ഇതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കുഴപ്പം. മുന്നും പിന്നെ നോക്കാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാം, എന്നിട്ട് വെള്ളം കുടിക്കും അല്ലേ? അണ്ണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ആദ്യം ആലോചിക്കണം. അല്ലാതെ ഇത് അണ്ണൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ട് കാണുകയല്ല വേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അണ്ണൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരുന്ന പുതിയൊരു വഴിയാണെന്ന്. മനസ്സിരുത്തി ചിന്തിച്ച സാധ്യതകൾ പലതും തുറന്നു കിടപ്പുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നേറിയാൽ അതായിരിക്കും നിങ്ങൾ അണ്ണനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്വം, കടമ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനിയുള്ള സമയമെങ്കിലും ലൈഫിനെ പോസിറ്റീവായിട്ട് മാത്രം കാണാം. ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന നെഗറ്റീവിനെ പൂർണ്ണമായും തൂത്തുവാരി കളയുക. ഐ മീൻ റൂട്ട് ഇറ്റ് ഔട്ട്. അപ്പോൾ എല്ലാം ശരിയാവും. എന്നാ ശരി.